ഇതെവിടെ പോയി? ഏട്ടാ, എന്താ ഏട്ടാ അത്? ഹോസ്പിറ്റലിൽ അവിടെ ഏതെന്താ ഇങ്ങോട്ട് നടക്കണേ? ഞാനൊന്നും വരുന്നില്ല, നീ ചെന്ന് കാണിച്ചിട്ടോ. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റലിലേക്കെങ്കിലും ഒന്ന് കൂടെ വന്നൂടെ? അത് നാണക്കേടാണോ? എടി, നിനക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം. എന്നിട്ട് വെറുതെ ഇവിടുന്ന് ഒച്ചുണ്ടാക്കാൻ നിൽക്കണ്ട. ഇത് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, നീ പോയിട്ടോ. സാധാരണ ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് വയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറയാ കെയർ ചെയ്യാ? എനിക്ക് അതിന്റെ അകത്ത് ഒറ്റയ്ക്ക് ചെന്ന് ഒന്നും മനസ്സിലാകുക പോലും ഇല്ല. ഒന്ന് കൂടെ വാ. അവിടെ റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചാൽ മതി, അവര് പറഞ്ഞു തരും. അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നീ കാണിച്ചു തന്നിട്ട് ഫോൺ ചെയ്താൽ മതി, ഞാൻ വരാം. ഏട്ടാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എപ്പോഴും എന്നെ ഇങ്ങനെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമാവുന്നുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് അത്രയും വയ്യാത്തതുകൊണ്ടല്ലേ നമ്മൾ രണ്ടാളും ഹോസ്പിറ്റലിൽ പോയത്. എന്നിട്ട് പോലും എന്റെ കൂടെ നടക്കാൻ പോലും ഏട്ടൻ മനസ്സ് കാണിച്ചില്ലല്ലോ. സാധാരണ പോലെ അല്ലല്ലോ. അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് വയ്യാണ്ടിരുന്നാൽ പോലും കുറച്ചൊക്കെ ഒരു മനസാക്ഷി ഉണ്ടാവില്ലേ? പുറത്തുപോകുമ്പോ സ്വന്തം ഭാര്യന്റെ ഒപ്പം നടക്കുന്ന എന്തിനായിട്ടാ ഇത്ര മാത്രം നാണക്കേട്? നാണക്കേടോ? ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞോ? അത് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ലാതെ തന്നെ മനസ്സിലായിക്കൂടെ? നമ്മൾ ഒരുമിച്ച് പുറത്തു പോകുമ്പോ ഏട്ടൻ എന്താ ചെയ്യാ? 1 കിലോമീറ്റർ മുമ്പിൽ നടക്കും. എന്നിട്ട് ഞാൻ ഒരു പരിചയമില്ലാത്ത ഒരാളെ പോലെ പുറകിൽ വരണം. ഒരുമിച്ച് ഇരിക്കാൻ മടി, ഒരുമിച്ച് നടക്കാൻ മടി, ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ മടി. ഇതിനൊക്കെ നാണക്കേടല്ലാണ്ട് വേറെ എന്തെന്നാ പറയാ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചോ. പുറത്തേക്ക് വരുമ്പോഴേ കുറച്ച് മര്യാദയ്ക്ക് വരാൻ പഠിക്കണം. അല്ലെങ്കിലേ മനുഷ്യന്മാർക്ക് നാണക്കേട് ഉണ്ടാവും കൂടെ കൊണ്ട് നടക്കാൻ. ഞാൻ എങ്ങനെ മര്യാദയ്ക്ക് വരാനായിട്ടാ? ഞാൻ ഏത് ഡ്രസ് ഇട്ടാലും എന്തൊക്കെ ചെയ്താലും എനിക്ക് ഞാനിലേ ആകാൻ പറ്റൂ, വേറൊരാളാകാൻ പറ്റൂ? അതെനിക്ക് അറിയാം. നീ എന്തൊക്കെ ചെയ്താലും നിന്റെ രൂപത്തിനും പെരുമാറുന്ന ഒരു മാറ്റം ഉണ്ടാവില്ല. അതല്ല ഇവിടെ പ്രശ്നം. ഏട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നമ്മുടെ ഈ രൂപത്തിലും അല്ലെങ്കിൽ നല്ല നല്ല ഡ്രസ്സും ആഭരണങ്ങളും ഇട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിലാണ് കാര്യം. ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം ഒരു സ്നേഹബന്ധമില്ലേ? ഏട്ടൻ പറയുന്നത് പോലെയൊക്കെ ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ നടന്നാലേ സ്നേഹിക്കും, ഈ ഡ്രസ്സ് ഇട്ടാലേ സ്നേഹിക്കും, ഇങ്ങനെ ചിരിച്ചാലേ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞാല് അതെങ്ങനെയാ? ഇതിപ്പോ എനിക്ക് അത്രയും വയ്യാണ്ടായിട്ട് പോലും ഏട്ടൻ നോക്കിയത് എന്താ? വയ്യാത്ത ഭാര്യന്റെ കൂടെ നടന്നാൽ നാട്ടുകാർ കാണുമ്പോൾ നാണക്കേടുന്നല്ലേ? ഈ കണക്കിന് നാളെ എനിക്ക് എന്തെങ്കിലും അസുഖം വന്ന് കിടന്നാല് ഏട്ടൻ തിരിഞ്ഞു നോക്കുവോ? ചിലപ്പോ അങ്ങനെ ആയിന്ന് വരും. ഈ ഭാര്യ എന്ന് പറഞ്ഞാലേ എന്റെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ട്. നിന്നെ അങ്ങനെ ആക്കാൻ വേണ്ടി ഞാൻ എത്ര ട്രൈ ചെയ്തതാ. ഈ ജന്മത്തിൽ നിനക്ക് അങ്ങനെ ആകാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഇനി ഞാൻ എങ്ങനെയായിട്ടാ മാറേണ്ടത്? ഒരു വേലക്കാരനെ പോലെ ഇവിടെ ഏട്ടൻ ഇത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ചെയ്യും, അത് ചെയ്യുന്ന പറഞ്ഞാൽ അത് ചെയ്യും. ഏട്ടന്റെ അഭിപ്രായങ്ങൾ മുഴുവൻ എടുത്തിട്ട് തിരിച്ച് ഒരു വാക്ക് പോലും പറയാണ്ടല്ലോ ഞാനിവിടെ ജീവിക്കുന്നത്. ഞാനിപ്പോ ഏട്ടനോട് വന്നിട്ട് എന്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് ചെയ്യാനും എന്റെ ഇഷ്ടത്തിന് നടക്കാനും ചിരിക്കാനും സംസാരിക്കാനൊക്കെ പറഞ്ഞാൽ ഏട്ടന് പറ്റുമോ? ഏട്ടനാകാനല്ലേ പറ്റൂ. അതേപോലെ തന്നെ ഒരു വ്യക്തിയല്ലേ ഞാനും. ഏട്ടൻ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഈ അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിലും കുറെ പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കുന്നതിലും നിൽക്കുന്നതിലും ചിരിക്കുന്നതിലും ഒന്നും അല്ല കാര്യമുള്ളത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവാണ് വേണ്ടത്. എപ്പോഴും ഇങ്ങനെ അവഗണനയും പരിഹാസമൊക്കെ സഹിച്ചിട്ട് ഒരാൾക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? ഇതിപ്പോ കല്യാണം കഴിഞ്ഞു പോയല്ലേ, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഇനിയിപ്പോ ഇതെങ്ങനെ പോട്ടെ? നീ നിനക്ക് വേറെ വല്ല പണിയുണ്ട് ചെന്ന് ചെയ്യാൻ നോക്കും. ഇതുപോലെ ഇനി കണ്ണീര് ഒലിപ്പിച്ച് പരാതിയും കൊണ്ട് ഇനി വരാൻ നിൽക്കണ്ട. ഞാൻ പരാതിയും കൊണ്ട് വന്നതൊന്നും അല്ല. അറ്റ്ലീസ്റ്റ് വയ്യാത്ത സമയത്തെങ്കിലും കുറച്ച് മനുഷ്യത്വം കാണിക്കും, അതേ പറഞ്ഞുള്ളൂ. കാണിക്കാൻ എനിക്ക് സൗകര്യമില്ല. നീ എന്താ ചെയ്യും? എന്തൊക്കെയാണ് ഓഫീസിലെ വിശേഷം? ആണ്. എനിക്കാണെങ്കിൽ നല്ല പനി, പോരാത്തതിന് ബോഡി പെയിൻ വേറെ. എനിക്ക് തോന്നുന്നില്ല നാളെ മറ്റന്നാളായിട്ട് ഓഫീസിലേക്ക് വരാൻ പറ്റുന്നു. മിക്കവാറും ഒരാഴ്ചയും കൂടെ ലീവ് എടുക്കേണ്ടി വരും. ഞാൻ എന്തായാലും ബോസിനെ വിളിച്ച് പറയട്ടെ. എന്നിട്ട് നിന്നോട് ഞാൻ പറയാം. ശരി എന്നാ.
ഫുഡ് റെഡി. ആ ഇവിടെ വെക്ക്. കഴിച്ചോ. ഇതെന്തത്? അത് റാഗി ദോശ. കുറെ ചാനലുകളൊക്കെ നോക്കിട്ടേ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയതാ. ഗാർണിഷ് ചെയ്ത് ഇഷ്ടപ്പെട്ടാ? എടി നിനക്കറിയില്ല എനിക്ക് പനിയാന്നുള്ളത്. ഇതൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റുമോ? നീ പോയിട്ട് കുറച്ച് ചൂട് കഞ്ഞിയും ചമ്മന്തിയും പിന്നെ കുറച്ച് ഉണക്കമീനൊക്കെ പൊരിച്ചോണ്ടിത്താ. അയ്യേ, കഞ്ഞിയും ചമ്മന്തിയോ? അതൊക്കെ ഏട്ടന് കഴിക്കാൻ പറ്റുമോ? ഏട്ടനല്ലേ പറഞ്ഞു ഇങ്ങനെ കുറെ ചാനലൊക്കെ നോക്കിയിട്ട് വെറൈറ്റി വെറൈറ്റി ദിവസവും പരീക്ഷിച്ചിട്ട് ഇങ്ങനെ ടേബിളിൽ നിരത്തി വെക്കണമെന്ന്. ഗാർണിഷ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇനിയും കുറെ മല്ലിയിലയും പച്ചമുളകൊക്കെ ഉണ്ട്, വേണമെങ്കിൽ കുറച്ച് നിരത്തി വെക്കാം. എന്തായാലും കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കൽ നടക്കില്ല. എന്നും വെറൈറ്റി വെറൈറ്റി പരീക്ഷിച്ചിട്ട് ഇപ്പോ ലോക്കൽ ഫുഡ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ എനിക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. എടി ഇതൊക്കെ ഞാൻ എങ്ങനെ കഴിക്കുക? എന്റെ വായിക്കുന്ന രുചിയും തോന്നില്ല. ഈ സമയത്ത് കഴിക്കണ്ടാണോ ഇതാ കോഴിക്കറി ദോശയൊക്കെ? നീ ചെന്നിട്ട് കുറച്ച് ചൂട് കഞ്ഞിയും ചമ്മന്തി എടുത്തോണ്ട് വാ. തൽക്കാലം ഇത് കഴിക്കും. ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചോറ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ നിൽക്കും ഉച്ചയ്ക്ക്. അശ്വിനി ഇപ്പൊ വരും, അവള് വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. നോക്കിയിരിക്കാണ്ട് വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേക്ക്. ഒരാള് വരുമ്പോ ഫുഡ് കഴിച്ചോണ്ടിരുന്നാല് അത് ഏട്ടന്റെ സ്റ്റാൻഡേർഡിന് ബാധിക്കൂലേ? ആ അശ്വിനി, വാ വാ കേറ്. എന്താ വൈകിയേ? ഓഫീസിൽ കുറച്ച് ക്ലയൻസ് ഉണ്ടായിരുന്നു മീറ്റ് ചെയ്യാൻ, അതാ. വാ കേറ്. ഫ്രണ്ട് വന്നോ? നല്ല ആളാ. നീ എന്താ നല്ലൊരു ഓഫർ കിട്ടിയിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞേ? കേട്ടോ, അത് വേറൊന്നും അല്ല, ഇവിടെ വേറെയും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിലൊന്നും ശരിയാവില്ല, അതുകൊണ്ടാ. ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാലേ ജീവിതകാലം മുഴുവൻ അത് നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ സമയം ഉണ്ടാവൂ. നമുക്ക് വേറെ ഒന്നിനും സമയം കിട്ടില്ല. എനിക്ക് നിന്നോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. അത് പറയാൻ വേണ്ടി ഞാൻ മെയിൻ ആയിട്ട് നേരിട്ട് തന്നെ വന്നത്. നോക്ക്, നല്ലൊരു അവസരം നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വെറുതെ മിസ്സാക്കാൻ നിൽക്കല്ലേ. തുടക്കത്തെ ശമ്പളം കുറവുള്ള നീ നോക്കണ്ട, പെട്ടെന്ന് കൂടിക്കോളും. ഞാൻ തന്നെ അവിടെ 10 വർഷമായില്ലേ നിൽക്കുന്നത്. എനിക്കും തോന്നുന്നുണ്ട് ഒരു ജോലി വളരെ അത്യാവശ്യമാണെന്ന്. പക്ഷേ പിന്നെന്തിനാ നീ വലിച്ചു നിൽക്കുന്നത്? പെട്ടെന്ന് ജോയിൻ ചെയ്തൂടെ? ജോലിയോ? അത് നടക്കും. ഞാൻ നാളെ തന്നെ വരാം. പിന്നെ നാളെ മുതൽ നമുക്ക് ഓഫീസിൽ നിന്ന് കാണാം അല്ലേ? ആവും, എനിക്ക് സമാധാനായി. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ നേരിട്ട് വന്നത്. എന്നാലേ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ, കുറച്ച് തിരക്കുണ്ട്. അതെന്ത് പണിയാ? നീ വാ കേറിയിരിക്കെ. എന്തിന്? നാളെ മുതൽ നമ്മൾ എന്നും ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യണേ. ഇനിയും വരാലോ ഇങ്ങോട്ടേക്ക്. അപ്പൊ ഞാൻ സമയത്തോടെ വന്നിരുന്ന് ചായ കുടിച്ചിട്ട് പോവാ. ആയിക്കോട്ടെ. ഏട്ടൻ ഓഫീസിൽ പോയോ? ആ, ഏട്ടൻ ഓഫീസിൽ പോയതാ. ഇനിയിപ്പോ വൈകുന്നേരം ആവും തിരിച്ചു വരാൻ. അങ്ങനെ പറഞ്ഞേ? ശരിയേട്ടാ, എന്നാല് നാളെ ഞാൻ രാവിലെ വിളിക്കാട്ടോ. ആയിക്കോട്ടെ, കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും. ആയിക്കോട്ടെ, ബൈ. നിന്റെ ഫ്രണ്ട് വരലും പോലൊക്കെ കഴിഞ്ഞോ? ആ, അശ്വിനി വന്നു പോയി. അവക്ക് എന്തൊക്കെയോ തിരക്കുണ്ടെന്ന്. അത്യാവശ്യമായിട്ട് എന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞാൻ കേട്ടു. നിന്റെ ജോലിക്കാരല്ലേ? നിനക്ക് ഇവിടുന്ന് ജോലിക്ക് പോവാനേ നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഇവിടെ ബാക്കി ആരോടും പറയുകയും ചോദിക്കൊന്നും വേണ്ടേ? അങ്ങനെ ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും ഇവിടെ കാര്യങ്ങൾ നടക്കില്ല എന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. എന്നെ പോലെ തന്നെ ഭർത്താവും വീട്ടുകാരും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാ അവിടെ വർക്ക് ചെയ്യണത്. എനിക്ക് മാത്രം എന്താ പ്രത്യേകത? ഓ, അതുകൊണ്ടായിരിക്കും അല്ലേ നീ അവളോട് പറഞ്ഞ ഞാൻ ഇവിടെ ഇല്ലാന്ന്. ഞാൻ വന്ന നിന്റെ പ്ലാനൊക്കെ പൊളിയുമല്ലോ. അത് അതുകൊണ്ടൊന്നും അല്ല. ഒന്നാമത് ഏട്ടന് പനിയല്ലേ. ഈ വേഷത്തിൽ എന്റെ ഫ്രണ്ടിന് മുമ്പിൽ വന്നാല് അത് എനിക്ക് നാണക്കേടല്ലേ? 5-8 ദിവസമായാലും ഈ പനി വന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെ ഫേസ് ഒക്കെ അങ്ങോട്ട് ഡള്ളായി, കണ്ണൊക്കെ കുഴിഞ്ഞ് കണ്ടാൽ തന്നെ എന്തോ പോലെ ഉണ്ട്. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. കുറച്ച് ദിവസം കണ്ട് പനിയൊക്കെ ഒന്ന് മാറട്ടെ. എന്നിട്ട് കുറെ വെള്ളവും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലൊന്ന് ഉഷാറാകും. എന്നിട്ട് ഞാൻ എന്ന് ഓഫീസിൽ പോകുമല്ലോ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ വന്നാൽ മതി. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന് പരിചയപ്പെടുത്തി കൊടുത്തോളാം. എന്തായാലും ഈ കോലം വെച്ചിട്ടേ ഇനി പുറത്തിറങ്ങാൻ നിൽക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നിങ്ങൾക്ക് നാണക്കേടായിരിക്കും. ഇത് എനിക്ക് നാളെ മുതൽ ജോലി കിട്ടാൻ പോവാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ 1 മാസം ലീവ് എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം.
ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാൻ മറക്കണ്ട. അതെനിക്ക് ഓർമ്മയുണ്ട്, നീ കയ്യിൽ വെച്ചോ. ഞാൻ ഇത് കയ്യിൽ വെച്ചോണ്ട് കാറിൽ ഇരുന്നാ മതിയോ? ഡോക്ടറെ കാണിക്കണ്ടേ? നിങ്ങളല്ലേ ഡോക്ടറെ അടുത്ത് പോണേ? അന്ന് നീ വരുന്നില്ലേ? വാ. ഞാൻ വരണൊന്നുമില്ല. അതെന്താ? എനിക്ക് വയ്യാത്തോണ്ട് എന്റെ കൂടെ വരാൻ നിനക്ക് നാണക്കേടാണോ? എന്നോടുള്ള ദേഷ്യമൊക്കെ നിനക്കിപ്പോ മാറിയോ? എന്തായാലും നീ പറഞ്ഞതുപോലെ നീ 1 മാസം കൂടെ വീട്ടിലിരിക്കേണ്ടി വരും. ഡോക്ടർ പറഞ്ഞതേ കുറച്ച് കോംപ്ലിക്കേഷൻ ആണെന്ന്. ഈ ഇടയ്ക്കിടയ്ക്കുള്ള തളർച്ച ക്ഷീണമൊക്കെ ശരീരത്തിലുള്ള ഒരുപാട് വൈറ്റമിൻസിന്റെ കുറവാന്ന് പറഞ്ഞു. 1 മാസം നന്നായിട്ട് കെയർ ചെയ്തിട്ട് ഡോക്ടർ ഒന്നുകൂടെ കാണിക്കാൻ പറഞ്ഞു. മരുന്നുകൊണ്ട് മാത്രം ആവില്ല, അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളും കഴിക്കാനാ പറഞ്ഞേ. അപ്പം നിന്റെ സപ്പോർട്ടില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ നിൽക്കും എന്റെ കൂടെ. എന്തായാലും ഏട്ടൻ എന്നോട് ചെയ്ത പോലെയൊന്നും ഞാൻ ഏട്ടനോട് ചെയ്യില്ല. ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ഈ നമ്മുടെ പുറമെയുള്ള രൂപത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാണിച്ചുകൂട്ടലും ഒന്നും അല്ലല്ലോ ഭാര്യയും ഭർത്താവിന്റെയും ജീവിതമുള്ളത്. പരസ്പരം മനസ്സിലാക്കി കൂടെ നിൽക്കുന്നതിലല്ലേ.